പാല് കൊടുക്കാൻ പറയുന്നേ. ഉള്ള എത്രയേ ഉള്ളൂ. ഇത് എന്നാ കാണിക്കുന്നത് എനിക്കും മനസ്സിലാവുന്നില്ല, അവനും മനസ്സിലാവുന്നില്ല. വണ്ടി തൊട്ട് കയറുന്നുമില്ല, കയറ് കൊട്ടിയ താഴത്തെ കുഴിയിലും കിടും. എന്ത് ചെയ്യാനാന്ന് പറ. പിക്കപ്പുകാരനാണ് ചത്ത പോലെ നിൽക്കുക. ഇപ്പോൾ ഒത്ത് ചെറുതായിട്ടൊന്ന് തട്ടുകയും ചെയ്തു. ഓരോ ദിവസം കൂടുമ്പോൾ മഴ കൂടിക്കൂടി വരുക. ഇപ്പൊ രാവിലെ വിളിച്ച ഒരു അരമണിക്കൂർ മുന്നേ വിളിച്ച നീ അത് പോയി കയറ്റി വിടണം. വേറെ വഴിയൊന്നുമില്ല. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ പോകാനേ ഉള്ളൂ. ഇവിടുന്ന് റൈറ്റിലേക്ക് ഫ്രണ്ട് പോയാൽ അവിടെ തിരിക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. ഞാൻ കയറി പോയി നോക്കാം. എവിടെയാണെന്ന് കറക്റ്റ് അറിയത്തില്ലല്ലോ. ഇനി അങ്ങ് മുകളിലെങ്ങാനും ആണെങ്കിൽ പിന്നെ അവിടെ നിന്ന് പിന്നെ തിരിച്ചു വരേണ്ടി വരും. ഈ വഴിക്കാന്നാ പറഞ്ഞത്. ഈ പറമ്പിലേക്കുള്ള വഴിക്ക് കയറി പൊക്കോളാനാണ് പറഞ്ഞത്. ഇതൊരു മതിയായ ഒരു കന്നാരത്തോട്ടമാണ്. ഇതിന്റെ എവിടെ അങ്ങ് അറ്റം വേണ്ടാന്ന് തോന്നുന്നു. ഏക്കർ കണക്കിനുണ്ട്. കുഴപ്പമുണ്ട്, ഇവിടെ തന്നെ ആയിരിക്കണം. ഇങ്ങോട്ട് വേറൊരു വഴി പോകുന്നുണ്ട്. ഇനി ഈ വഴി ഒന്ന് പോയി നോക്കാം. ഈ പറമ്പിൽ കൂടെ ഊടുപാട് വഴിയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇങ്ങോട്ട് പോയാൽ ചിലപ്പോൾ വഴി തെറ്റും. അമ്മാതിരി റൂട്ടാ. ഇതിലേ ഒന്ന് കയറിപ്പോയി നോക്കട്ടെ. ഇവിടെ കീഴ് താഴോട്ടിറങ്ങി താഴെ വല്ലതും ആയിരിക്കണം. ആ ചുമന്ന് കാണുന്നുണ്ട് കേട്ടോ. അതെന്നാന്ന് ചോദിച്ചാല് റംബൂട്ടാൻ മൂടിയിട്ടേക്കുന്ന കേട്ടോ. ഏക്കർ കണക്കിന് സ്ഥലം. എന്താ അല്ലേ, ഇതിലൊരു വണ്ടി പോയ പാടുണ്ട്. അത് വിശ്വസിച്ച താഴോട്ടിറങ്ങി പോന്നെ. ഇവിടെ പോയി തിരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്നാൽ കയറ്റാൻ വേണ്ട വണ്ടിക്ക് തിരിക്കാനുള്ള ഏരിയ കാണുമായിരിക്കും. അവിടെ പോയി നോക്കട്ടെ. ഇത് എവിടെയാ സംഭവം എന്ന് അറിയത്തില്ല. അതല്ല അവിടെ കൊളുത്തുണ്ട് മുകളില് പുറയില്. ആ കൊളുത്ത് ചുറ്റിയിട്ടാ മതി. ഇപ്പോൾ പിക്കപ്പ് വലിച്ചു കയറ്റി വിട്ടു. ഇനി അത് ലോഡ് കയറ്റിയിട്ട് വീണ്ടും വലിച്ചു കയറ്റണം. അതിനോട് വെയിറ്റ് ചെയ്യുമോ. വണ്ടി ഇവിടെ കിടക്കുക. ഇവിടെ ഒരു മലമണ്ട ആയതുകൊണ്ട് നല്ല വ്യൂ ആണ് എല്ലാ സൈഡിലേക്ക്. നല്ല കാറ്റും ഉണ്ട് ഇവിടെ. അടിപൊളി. വണ്ടി വലിച്ചു കയറ്റി കയറൊന്നും അയച്ചില്ല കേട്ടോ. ഇനി ആ ലോഡ് വണ്ടിയുടെ വലിച്ചു കയറ്റിയിട്ട് വേണം ഈ കയറൊക്കെ അയച്ചു കളയാൻ. അങ്ങ് താഴെ അവർ ലോഡ് കയറ്റുന്നുണ്ട് വണ്ടി. പോയി നോക്കട്ടെ. ഭായിമാരൊന്നും അങ്ങ് താഴെ അതെ അവിടെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുക. ഇനി അത് ലോഡ് കയറ്റി ആ ലോഡും വണ്ടി വലിച്ച് മുകളിൽ റോട്ടിൽ കയറ്റി വിട്ടിട്ട് വേണം എനിക്ക് പോകാൻ. ഇനിയിപ്പം വേറെ പരിപാടിയൊന്നുമില്ല. ഓട്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കിടക്കാൻ കുറേ നേരം. എന്തായാലും വീട്ടിൽ പോയാലും വെറുതെ ഇരിക്കണം. അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഈ മഴക്കാലത്ത്. ഇവിടെ ഇവിടെ എല്ലാം കംപ്ലീറ്റ് ചെളിയാണ്. അങ്ങോട്ട് പോയി നോക്കട്ടെ അവർ എന്നെ ആയെന്ന് നോക്കട്ടെ. ഇപ്പം കയറ്റാൻ തുടങ്ങിയിട്ട് അരമണിക്കൂർ ആയതേ ഉള്ളൂ. വണ്ടി ഇറക്കി വിട്ട് അങ്ങ് താഴെ ചെന്നു. അവിടെ കിടന്ന് വണ്ടി കയറ്റുന്നുണ്ട്. ഇതാട്ടോ സാധനം. നല്ല പഴുപഴാതെ പഴുത്ത് നിൽക്കുക. ഈ സാധനമാണ് അവർ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. പൈനാപ്പിൾ, ഇടുക്കി പൈനാപ്പിൾ. അടിപൊളി സാധനമല്ലേ ഇത്. എങ്ങനെ പോയാലും ഒരു
2 കിലോ 2.5 കിലോ ആണ്. ഇത്രയും വെയിറ്റ് ഉണ്ട്. ചെറുത് താഴെ കിടപ്പുണ്ട്. തരംതിരിക്കുന്നു പല സെക്ഷനായിട്ട്. വലുതും ചെറുതും ചീഞ്ഞതെല്ലാം മാറ്റിയിട്ട് എല്ലാത്തിനും പല പല റേറ്റാണ്. കന്നാരയെന്ന് പറയുമ്പോൾ നമ്മളവർക്കും കൊണ്ടു കൊടുത്ത് അതേപോലെ കൂട്ടിയിട്ട് കൊണ്ട് കൊടുത്താൽ മതി. അവിടെ ചെല്ലുമ്പോൾ ഇവർ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നമ്മളോട് തിരിക്കും. എന്നിട്ടേ ഇനി ഒരു വില എടുത്തുള്ളൂ. ഇതൊന്നും നമുക്കറിയത്തില്ല. ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ പോയപ്പം കണ്ടതാണ്. അങ്ങ് താഴെ കണ്ടോ ഒരു ചുമന്ന നെറ്റിട്ടേക്കുന്നത്? അത് റംബൂട്ടാൻ തോട്ടം കേട്ടോ. അത് അതിൻ്റെ താഴെ കൂടെ മെയിൻ റോഡ് പോകുന്നത്. ഇപ്പോൾ അവിടെ ഒന്നും റോട്ടിൽ നിന്നാൽ കാണത്തില്ല. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല വല കാണാം. മൊത്തം വലയിട്ട് വെച്ചേക്കോ. അത് അങ്ങനെ ഒരു കൃഷി വേറെ. ഈ പറമ്പ് മൊത്തം കന്നാര. അത് ബസ് പോകുന്നുണ്ട് താഴെ കൂടെ. ഈ വണ്ടിക്കകത്ത് കയറിയിരിക്കുക. ഇപ്പം മഴ ഇച്ചിരി മാറി നിൽക്കുക. മഴ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര നേരം മഴയല്ലായിരുന്നു. ഇനി അടുത്ത മഴ പെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുക. മിററുണ്ട്. മിറർ ഒന്ന് മാറ്റിയിടാമെന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ ഇവിടെ വന്നിരുന്നു. പക്ഷേ ഇവിടെ അത് അഴിക്കണേ ഇപ്പം ഇച്ചിരി റിസ്ക്കാണ്. വെല്ലങ്കിയൊക്കെ വേണം ആ സാധനം. എല്ലെങ്കിൽ ഇല്ലാതെ അഴിക്കാൻ പറ്റില്ല. അത് എടുത്ത് വണ്ടിയുടെ അകത്ത് വെച്ചിട്ട് അകത്തിരിക്കുന്ന ചെറിയൊരു ഗ്ലാസ് ഉണ്ട്, അതെടുത്ത് പുറത്തിടക്കും. അകത്തിരിക്കുന്ന ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒന്നും കാണത്തില്ല. പുറകെ വരുന്ന വണ്ടി നമ്മളിപ്പോഴും തിരിഞ്ഞു നോക്കണം. അല്ലെങ്കിൽ നമ്മളാണ് ശീലിച്ചിട്ടില്ലാണ്ട് വലിയ പാടാണ്. കണ്ണ് കെട്ടി ഓടുന്ന പോലെ. ഇപ്പോൾ ഈ ഗ്ലാസ് ഇല്ലാതെ പറ്റത്തുമില്ല. ഈ ഗ്ലാസ് എടുത്ത് അകത്തിടണം വലുത്. എന്നിട്ട് ആ പുറത്ത് കിടക്കുന്നത് അകത്ത് കിടക്കുന്ന എടുത്ത് പുറത്ത് വിടാം. അപ്പോൾ അതുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. എന്തായാലും നോക്കാം. അടിപൊളി കണ്ണാരത്തോട്ടമാണ്. ഇവിടെയൊക്കെ നല്ല റിസോർട്ടൊക്കെ പണിയാൻ പറ്റിയ ഏരിയ. നല്ലൊരു കുന്നുംപുറമാണ്. നല്ല കാറ്റും ഉണ്ട് ഇവിടെ. നമ്മുടെ വണ്ടി ഇതാ താഴെ കിടപ്പുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ കുറച്ച് മുകളിൽ കയറി വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. അതേ കിടക്കുന്നു. അടിപൊളി നല്ല സീൻ. അടിപൊളി. പെരും മഴ പെയ്യുന്നുണ്ട് കേട്ടോ. റോഡ് ഇതുവരെ ആയിട്ടുമില്ല. അവിടെ അങ്ങ് കാണുന്ന ആ ഭാഗത്ത് വണ്ടി കിടപ്പുണ്ട്. കാണത്തില്ല ഇവിടെ ഒന്നും. മഴയും പെയ്യാൻ തുടങ്ങി. എന്നെ ആവും. ഭായിമാരതൊരു കാലി കൊട്ടയൊക്കെയായിട്ട് പോകുന്നുണ്ട്. ലോഡ് കയറ്റി കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. വലിയൊരു മഴ പെയ്ത് മാറി ഇപ്പോൾ. അത് ഇനി ഇവിടെ വെട്ടാൻ വരുന്നതാണെന്ന് അറിയത്തില്ല കേട്ടോ. അവരതാ പോകുന്നു. വണ്ടി ലോഡ് കയറ്റി വരുന്നുണ്ട് കേട്ടോ. ലോഡ് കയറ്റി പടുതയൊക്കെ കെട്ടി അതേ വരുന്നു. ഇനി അവിടെ ഒരു വളവുണ്ട്. ആ വളവിൻ്റെ അവിടെയാണ് വണ്ടി കയറുമല്ലാത്ത. അവിടെ ആയിരിക്കണം വലിച്ചു കയറ്റേണ്ടി വരുന്നത്. ഫുൾ ലോഡ് കയറ്റി വരുന്നുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട്. ഇതൊന്ന് വലിച്ചു കയറ്റി വിട്ടാൽ നമുക്ക് പോവാം. പിക്കപ്പട വലിമുട്ടി നിൽക്കുക. വലിച്ചു കയറ്റി വിടാൻ പോവാ. താഴെ കിടക്കുന്നു. ഞാനിവിടുന്ന് ഒരടി അനങ്ങ എഴുതും പറയണ്ട പിക്കപ്പ് കിടക്കുന്നത്. അവരവിടെ കയറ് കെട്ടിക്കൊണ്ടിരിക്കുക വണ്ടി വലിച്ചു കയറ്റാൻ. ഇതൊരു ഭയങ്കര വളമായതുകൊണ്ട് വണ്ടി നേരെ ഇന്ന് വലിക്കാൻ പറ്റത്തില്ലേ. സൂം ചെയ്ത് വലിക്കണം. അതിനനുസരിച്ച് വലിയ പവർ കിട്ടത്തുമില്ല. അതുപോലെ നല്ല ലോഡും ഉണ്ട്. ഈ വണ്ടിക്കാണെങ്കിൽ ക്ലച്ചും ഇല്ല, ആക്സിലേറ്ററും കൊടുക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഇതിങ്ങനെ വലിച്ചു കയറ്റും. ഇതുപോലുള്ള കന്നാരത്തോട്ട് ഈ ക്ലച്ചില്ലാത്ത വണ്ടിയായിട്ട് വന്നാൽ എന്നാ ചെയ്യാനാന്ന് പറയാം. ഒരു വിധത്തിൽ കുറച്ച് വലിച്ചു കയറ്റി. വണ്ടി കയറിയില്ല. ഇനി കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ട് ഒന്നുകൂടെ വലിച്ചു നോക്കാം. ഇതിപ്പോൾ ഭയങ്കര വളമായതുകൊണ്ട് നേരെ ഒന്ന് വലിക്കാനും പറ്റത്തില്ല. സൂം ചെയ്ത് വലിക്കണം. സൂം ചെയ്ത് വലിക്കുമ്പോഴത്തേന് അതിനുള്ള പവർ കിട്ടുന്നില്ല. ലോഡ് വണ്ടിയല്ലേ. അല്ലേ ഇപ്പം നേരെയുള്ള വഴിയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ അടുത്ത പറമ്പിൽ കയറ്റി വിട്ടാണ് ഈ പിക്കപ്പ്. എന്നാലുള്ള ഈ വണ്ടി മെയിൻ റോഡിൽ എത്തിക്കണം. എന്നേലും കാണിച്ച് ഇവിടുന്ന് വലിച്ചു കയറ്റി വിടണം. അല്ലാതെ നടക്കത്തില്ല. നമ്മൾ വലിച്ചു കയറ്റി വിടാനല്ലേ വന്നേ. നോക്കട്ടെ എന്നാ ചെയ്യാൻ പറ്റുന്നതെന്ന്. ആ പിക്കപ്പാണെങ്കിൽ ചത്ത പോലെ നിൽക്കുക. ക്ലച്ചും ഇല്ല, ഒന്നുമില്ല.
ആക്സിലേറ്റർ കൊടുക്കുന്നു. ഞാൻ ടയർ പോലും കറങ്ങുന്നില്ല. നമ്മൾ വലിക്കുമ്പോൾ ടയറൊന്നും അനങ്ങും. അമ്മാതിരി പരുവത്തിലാണ് അവൻ നിൽക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വലിക്കുമ്പോൾ പിക്കപ്പുകാരൻ അങ്ങോട്ട് പിടിക്കുക. എന്നെ ചെയ്യാനാന്ന് തോന്നുക. നേരെ വിളിച്ചാ വലി കിട്ടുമോ നോക്കട്ടെ. അവരോട് കാല് കൊടുക്കാൻ പറയുന്നേ. ഉള്ള എത്രയേ ഉള്ളോ? ഇങ്ങനെ വലിച്ചിട്ട് വണ്ടി കയറുന്നില്ല. എന്ത് ചെയ്യുന്നൊരു പിടുത്തമില്ല. എന്നതാ കാണിക്കുന്നത് എനിക്കും മനസ്സിലാവുന്നില്ല, അവരും മനസ്സിലാവുന്നില്ല. ഇതിവിടെ കിടക്കുമെന്ന് തോന്നി വണ്ടി. പൊക്കി അങ്ങ് വിട്ടാലോ. ചിരിയും വരുന്നു. കുത്തനെയുള്ള ഇറക്കത്തിലാണ് നിൽക്കുന്നത്. കയറ് വെട്ടിപ്പോയ പിക്കപ്പ് താഴത്തെ കുഴി കിടക്കും. എൻ്റെ ദൈവം, എന്നെ ചെയ്യാനെന്ന് പറ. ചെറുതായിട്ട് വണ്ടിയുടെ ടീത്ത് അതിൻ്റെ ബമ്പറിലും തട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നേരെയായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇനി വണ്ടി വലിച്ചു കയറി പോരും. അത് ചെരിഞ്ഞ് കിടന്നുകൊണ്ട് ഒരു രക്ഷയില്ല. ഇനി സിമ്പിളായിട്ട് കയറിപ്പോരും. സൂം ചെയ്ത് വലിക്കുന്നതുകൊണ്ട് പവറില്ലാത്തതുകൊണ്ട് വണ്ടി കയറത്തില്ല. അങ്ങനെ ഒരു വിധത്തിൽ വണ്ടി വലിച്ച് കയറ്റി. ഇനി പതുക്കെ വലിച്ച് താഴത്തെ റോട്ടിൽ കൊണ്ടുവിടാം. ഇവനെ എവിടെ നിർത്തി പിന്നെ അവിടെ തന്നെ കിടക്കും. എന്നാ ചെയ്യാൻ? ഞാൻ വലിച്ച് അവനെ കുന്നിൻ്റെ നെറുകയെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അവൻ പതുക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇനി ഇറക്കാണ്ട് പുള്ളിക്കാരൻ പൊക്കോളും. നല്ല ലോഡ് വരെ മഴയും പിടിച്ച് വെയിറ്റ് കൂടുതലായിരിക്കും. പാവം പതുക്കെ വരുന്നുണ്ട് കേട്ടോ അവിടുന്ന്. ഇതെവിടെ പിന്നെ എങ്ങോട്ടാ? വാഴക്കുളത്തിന് പോലും ആയിരിക്കും. എങ്ങോട്ടാന്നൊരു പിടുത്തമില്ല. പോട്ടെ, എൻ്റെ പരിപാടി കഴിഞ്ഞു. ഞാനും പോവാം. ഓക്കെ, എന്നിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.